കേസ് ഇടണം, വഴക്ക് വരണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് കോക്കിലാവ് വിവാഹം കഴിക്കണം? ഡെയിലി കോടതി, കേസ്, പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ പോകാൻ വേണ്ടിയാ? എനിക്കും കുട്ടി വേണം. ഞാൻ ജീവിതത്തിൽ കുറേ മിസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂത്തിന് പറയുന്ന കാര്യം എന്നെ വിട്ടുപോയി. ഇപ്പം 42 വയസ്സായി. ഇപ്പോഴാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. എനിക്കൊരു കുടുംബം വേണം. ദിസ് ഈസ് എ പ്ലാൻഡ് മാസീവ് അറ്റാക്ക്. എന്തായാലും തെളിവുകൾ വരും. എന്നെ സ്നേഹിക്കുന്നവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ മിണ്ടാത്തത്? കുറച്ച് ബോധമുണ്ടെങ്കിൽ ഒരേ ഒരു ചോദ്യം ചോദിക്കാമല്ലോ. എന്നെ ഇപ്പോൾ എന്നെ ഒരു ഭർത്താവിന് അവകാശപ്പെടുന്നവർ ഒപ്പിടാണ് വരേണ്ടത്, ലിവർ കൊടുക്കാണ് വരേണ്ടത്? ജേക്കബ് എന്തിനാണ് ലിവർ തരണം? അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ജേക്കബ് എന്തിനാ എനിക്ക് ലിവർ തരണം? അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എല്ലാം തലതിരിഞ്ഞു പോവും. ഇപ്പോഴും എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വേണ്ടാൻ ചൊല്ലുന്നുണ്ടാക്കണം. ബട്ട് കോടതിയെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇനി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് ക്ലിയർ കട്ടായിട്ടുണ്ട്. നിങ്ങൾ ആർക്കും അറിയാത്ത കാര്യങ്ങളുണ്ട്, പറയാൻ പറ്റും. പക്ഷെ എന്തായാലും ഈ 5 ദിവസത്തിനുള്ളിൽ ഞാൻ റേപ്പിസ്റ്റ്, ടെററിസ്റ്റ്, ഇനി ടെററിസ്റ്റ് വന്നില്ല കേട്ടോ, അതും കൂടെ ഇട്ടാൽ നന്നായിരിക്കും. അതും കൂടെ ഇടണം. ടെററിസ്റ്റ് മാത്രം വന്നിട്ടില്ല, ചിലപ്പോൾ അതും വരുമായിരിക്കും. പ്ലീസ് സത്യം വേറെയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്. എന്നെ തെളിയിക്കാനല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഇപ്പം എന്താ പറയുക, എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അത് മനസ്സിക്ക് ഒരു കഷ്ടമാർക്ക്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ചുമ്മാ ഇങ്ങനെ പറയുന്നത് അത് ശരിയല്ല. ഉദ്ദേശം മനസ്സിലായില്ല. ഞങ്ങൾ നല്ല ഒരു ജീവിതത്തിൽ ജീവിക്കാൻ പാടില്ല. പിന്നെ വെറുതെ ഇരിക്കുന്ന ജേക്കബ്, അവൻ കാരണമെന്നാണ് ജീവിച്ചിരിക്കുന്നത്. അതെല്ലാം അന്ന് നടന്ന സംഭവങ്ങൾ ഒന്നും ആർക്കും അറിയില്ല. അപ്പം എവിടെയായിരുന്നു അവർ? പറഞ്ഞാൽ പോവും. വേറെ ഒരാളുണ്ട്. ദിസ് ഇസ് എ മെസ്സേജ് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അവരും കൂടെ പുറത്തു വരാൻ പോകുന്നു. ചെയ്ത ദ്രോഹം എന്നാണ് വരും. എന്തായാലും ദ്രോഹങ്ങൾ പുറത്തു വരും, വരാതിരിക്കില്ല. തീർച്ചയായിട്ടും വരും. എത്ര വലിയ ഡേഞ്ചറിലാണ് ഈ സിറ്റുവേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ, വിത്ത് എവിഡൻസ് പറഞ്ഞാൽ എല്ലാം തെളിയിക്കപ്പെടും. ഞാൻ മിണ്ടാതിരിക്കുന്നു. അവരുടെ ജീവിതം നോക്കി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയണം, കടവുൾ സത്യமாக அந்த கஸ்தூரி யாருன்னு எனக்கு அறிയില്ല. என்ன கோகிலா உனக்கு தெரியுமா?